ആഖ്യാനങ്ങളെയും പോലെയും ഈ കഥ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ഡോക്യുമെൻ്റാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ലളിതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മനുഷ്യനെ പറ്റി പറയാനുള്ള ഒരു 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 പ്രസ്താവന എന്നുള്ളതാണ്. അത് പല രീതിയിൽ പറയാം. ചില ലേഖനങ്ങളിലൂടെ പറയാം, ചിത്രത്തിലൂടെ പറയാം, സിനിമയിലൂടെ പറയാം, കവിതയിലൂടെ പറയാം, അങ്ങനെ പല രീതിയിൽ ഇത് പറയാം. പക്ഷേ ഏറ്റവും ശക്തമായും ഈ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും നന്നായിട്ട് വരുന്നത്, ഏറ്റവും ലളിതമായിട്ടും വരുന്നത് കഥയിലാണെന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പം മനുഷ്യനെ പറ്റി പറയാനുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു കാലത്തെപ്പറ്റി പറയാനുള്ള പല പല ഏർപ്പാടുകളിൽ ഒന്നാണ് കഥ എന്ന് പറയുന്നത്. അതിൽ വായിക്കുന്നയാളോട് അല്ലെങ്കിൽ അനുവാചകനോട് നേർക്ക് നേർ സംവദിക്കാൻ, ലളിതമായും സ്ട്രെയിറ്റായിട്ടും സംവദിക്കാൻ പറ്റുന്ന ഒരു നല്ല മീഡിയം ആണ് യഥാർത്ഥത്തിൽ കഥ എന്ന് പറയുന്നത്. കവിത എഴുതുന്നവർക്ക് ചിലപ്പോൾ അതായിരിക്കും മീഡിയം, പക്ഷേ എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് കഥയാണ്. അതുകൊണ്ടാണ് ഈ രീതി നോക്കാൻ കാര്യം എനിക്ക് തോന്നുന്നു. മാധ്യമപ്രവർത്തകനിൽ നിന്നും എഴുത്തുകാരനിലേക്കുള്ള ഒരു ദൂരം എന്ന ചോദ്യത്തിന് ഒരു കള്ളനിൽ നിന്ന് പോലീസിലേക്കുള്ള ദൂരമെന്നോ അല്ലെങ്കിൽ ബാങ്ക് ഓഫീസറിൽ നിന്നും കഥാകൃത്തിലേക്കുള്ള ദൂരം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ വളരെ കൃത്യമാണ്. അല്ല, ഇത് തമ്മിൽ യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പ്രിൻറ്റ് മീഡിയയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ഈ കഥ എഴുതാനും മാധ്യമപ്രവർത്തനത്തിനും ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് അക്ഷരമാണ് അല്ലെങ്കിൽ ഭാഷയാണ് എന്നുള്ളത് മാത്രമാണ് ഇത് തമ്മിലുള്ളൊരു സാമ്യം എന്ന് പറയുന്നത്. മാധ്യമപ്രവർത്തനം ഒരു രീതിയിൽ ആളുകളോട് ചില കാര്യങ്ങൾ സംവദിക്കുന്നു. കഥ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമം തന്നെയാണ്, മറ്റൊരു രീതിയിലാണത് സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഷ, അതായത് പത്രഭാഷ കഥയെ വല്ലാതെ കൊന്നുകളയുമെന്ന് പല കഥാകൃത്തുക്കളായ പത്രക്കാരും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനോട് എനിക്ക് യാതൊരു അർത്ഥവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാധ്യമപ്രവർത്തനത്തിന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ളൊരു ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നടന്ന ഒരു സംഭവം മറ്റൊരാൾ, വായിക്കുന്ന ഒരാൾ യാതൊരു വളച്ചുകെട്ടുമില്ലാതെ കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതി. ഈ വളച്ചു കെട്ടി അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യ ഭാഷകൾ ഉപയോഗിച്ച് അതല്ലെങ്കിൽ ദുരൂഹതകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആ വാർത്ത കൊടുക്കുന്ന ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ കുറ്റമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നേരെ തിരിച്ച് കഥ എന്ന് പറയുന്നത് ഈ വാർത്തയ്ക്കൊക്കെ അപ്പുറത്തേക്കുള്ള സങ്കീർണതകൾ നിറഞ്ഞ ഒരുതരം ഒരു മനസ്സഞ്ചാരം എന്ന് പറയുന്നത് വാർത്തയിലെ വ്യക്തികൾക്കുള്ള, അതല്ലെങ്കിൽ എഴുതുന്നയാളുടെ മനസ്സിൻ്റെ ഒരു അപൂർവ സഞ്ചാരം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ വ്യക്തിപരമാണത്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനത്തിൽ നിങ്ങൾ എഴുതുന്ന ഫീച്ചർ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന വാർത്ത എല്ലാവർക്കും 100% ആളുകൾക്കും ഇഷ്ടപ്പെട്ടതായിരിക്കണം. കഥ അങ്ങനെ ആവണമെന്നില്ല. കാരണം ഒരു കഥ 100% പേർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥയല്ല, അത് എന്തോ ഒരു ടെക്നിക്കലായൊരു സംഭവം മാത്രമാണ്. ഇപ്പം 100% ഇഷ്ടപ്പെടുന്ന ഒരുപാട് വസ്തുക്കൾ ഉണ്ട്. ടെലിഫോൺ ഡയറക്ടറി, പിന്നെ അതല്ലെങ്കിൽ റെയിൽവേ ഗൈഡ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവർക്കും 100% ഇഷ്ടമാണ്. ആർക്കും അതിനകത്ത് വസ്തുതാപരമായ ഒരു എതിരഭിപ്രായമില്ല. പക്ഷേ അതിനകത്ത് ആർട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരം മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഷയും പിന്നെ കഥയുടെ ഭാഷയും അല്ലെങ്കിൽ രണ്ടിൻ്റെയും സമീപനത്തിലും കാര്യമായ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതം എത്രമാത്രം സങ്കീർണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ എത്ര സങ്കീർണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഈ സങ്കീർണത അനുഭവിക്കുന്ന ആളിൻ്റെ ഒരു വല്ലാത്തൊരു ചിരി ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഇപ്പം ഏറ്റവും വലിയ മാജിക്കൽ റിയലിസത്തിൻ്റെ വഴിയിലോട്ടൊക്കെ സഞ്ചരിച്ചിരുന്ന ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് പോലും അല്ലെങ്കിൽ അതുപോലെയുള്ള മഹാന്മാരായ എഴുത്തുകാർ പോലും ഈ ഹ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഉപഹാസം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഉപഹാസം എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ ഈ നമ്മുടെ ഫലബിന്ദുക്കൾ പോലെ പറയുന്നത് പോലെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പെട്ടെന്ന് കളയുന്നതുമല്ല. ഇപ്പം ഉദാഹരണത്തിന് VK-ൻ്റെ കഥകളിൽ ഈ ബ്ലാക്ക് ഹ്യൂമർ ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളത്തിൽ VK-ൻ്റെ കഥകളിലാണ്. പിന്നെ സക്കറിയയുടെ കഥകളിൽ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ VK-ൻ്റെ കഥകളിൽ ആരും അങ്ങനെ കിടന്ന് പൊട്ടിക്കരയാറോ അല്ലെങ്കിൽ ഒ വിജയൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ടി പത്മനാഭൻ്റെയോ MT വാസുദേവൻ നായരുടെയോ കഥാപാത്രങ്ങൾ കരയുന്നത് പോലെയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് പോലെയൊന്നും VK-ൻ്റെയോ ഒരുപക്ഷെ സക്കറിയയുടെയോ അല്ലെങ്കിൽ അതുപോലെ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും പേര് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപഹാസം, ബ്ലാക്ക് ഹ്യൂമർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ എന്ന രീതിയിലാണ്. അവരുടെ കയ്യിൽ നിന്ന് ഇത്തരം പൊട്ടിക്കരച്ചിൽ കാണാറില്ല. പക്ഷേ അവരുടെ ഉപഹാസത്തിൻ്റെ അടിയിലൂടെ വലിയ സങ്കടത്തിൻ്റെയൊക്കെ ചെറിയ ഞരമ്പുകൾ പോകുന്ന കാണാം. അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വായനക്കാരനുണ്ടാകുന്ന വിങ്ങൽ അല്ലെങ്കിൽ വികാര വിക്ഷോഭം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ മറ്റ് രീതിയിൽ എഴുതപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആണ്, കൂടുതൽ കരുത്തുറ്റതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാത്രമല്ല, ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ കഥ എഴുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കഥയുടെ ആഖ്യാനം ആണ് എനിക്ക് എൻ്റെ കഥയിലേക്ക് അടുപ്പിച്ചത്. ആഖ്യാനത്തിന് അല്ലെങ്കിൽ എഴുതാനുള്ളത്, നറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ അതിലുണ്ടെന്നുള്ളതാണ്. അപ്പം
നമുക്ക് മുമ്പേ പോയ മഹാന്മാരായ എഴുത്തുകാരുടെ കൃതികൾ വായിച്ചിട്ടാണ് തീർച്ചയായും എല്ലാവരും ഈ കഥാരംഗത്തൊക്കെ കവിതാരംഗത്തൊക്കെ വരുന്നത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയിട്ടോ വിഷമിപ്പിച്ചിട്ടോ ഉള്ളത് ഇത്തരം ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച എഴുത്തുകാരാണ്. അതുകൊണ്ട് തന്നെ ഇവൻ നമ്മൾ മേതിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ ഗൗരവത്തിൽ എഴുതുന്നു എന്ന് പറയുന്ന ഒരു റൈറ്റർ പോലും അയാളുടെ കൃതികളിലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളിലുള്ള ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് വളരെ അധികം സ്ട്രോങ് ആണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരു പക്ഷേ അതിനോടുള്ള ഒരു ആഭിമുഖ്യം കൊണ്ടായിരിക്കാം പല കഥകളിലും അങ്ങനെ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാഹിത്യവും സാഹിത്യ നിരൂപണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത് ഒരു വായനയാണ്, എഴുത്ത് എന്നുള്ളതല്ല. എഴുത്തിന് അതായത് കഥയ്ക്ക് പിന്നാലെ വരുന്ന ഒന്നാണ് നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു വായനക്കാരൻ വായിക്കുന്നു, അതുപോലെ ശിക്ഷണമുള്ള വേറൊരു വായനക്കാരൻ വായിക്കുന്നു. ശിക്ഷണമുള്ള വായനക്കാരനാണ് യഥാർത്ഥത്തിൽ നിരൂപകൻ എന്ന് പറയുന്നത്. പിന്നെ സാഹിത്യ നിരൂപണത്തെ പറ്റിയും എൻ്റെ കഥകളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഒരു ഉപഹാസത്തിൻ്റെ ഒരു ധ്വനി ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെ വന്നപ്പോൾ പോലും സാഹിത്യ നിരൂപകർ ക്ഷമിക്കണം, ഇതൊരു തമാശ കഥയാണ് എന്ന ഒരു കുറിപ്പടിയോടുകൂടിയാണ് ഇപ്പം അവസാനം വന്ന ഒരു കഥയിൽ അങ്ങനെ വന്നിരിക്കുന്നത്. സാഹിത്യ നിരൂപണത്തോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു എതിർപ്പുമില്ല. മാത്രമല്ല സാഹിത്യ നിരൂപകരോട് വലിയ അസൂയയാണ് താനും. കാര്യം നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വായിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് മേഖലകളും ഒരുപാട് ഐഡിയോളജീസും ഒരുപാട് സിദ്ധാന്തങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് അതിലൂടെ കടന്നിറങ്ങി ഈ എഴുത്തിൻ്റെയും വായനയുടെയൊക്കെ ചില രീതിശാസ്ത്രങ്ങൾ നിർണ്ണയിക്കുന്ന ആളുകളാണ് ഈ സാഹിത്യ നിരൂപകർ എന്ന് പറയുന്നത്. അത് നമുക്ക് വശമില്ലാത്ത ഒരു മേഖലയാണ്. പക്ഷേ എത്ര വലിയ സാഹിത്യ നിരൂപണമായാലും അത് സാഹിത്യം, അതായത് ഈ നാച്ചുറൽ സാഹിത്യം അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ പിന്നാലെ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് പിന്നാലെയാണ് ഇപ്പം ഈ പല പ്രസ്ഥാനങ്ങളുണ്ടാകുന്നു എന്ന്, അല്ലെങ്കിൽ പിന്നെ പല പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് സാഹിത്യ നിരൂപകർ പറയുമ്പോൾ ആ സിദ്ധാന്തമോ അല്ലെങ്കിൽ അവർ അറിയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെയോ പ്രതിനിധികളായെന്ന് അവർ പറയപ്പെടുന്ന രീതിയിൽ കഥകൾ ഉണ്ടായതിന് ശേഷം മാത്രമാണ് അതിൻ്റെ വിശകലനങ്ങളും നിരൂപണങ്ങളും വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ എഴുത്തിന് പിന്നാലെയാണ് നിരൂപണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ലാതെ യാതൊരു ശത്രുതയോ ആ പ്രസ്ഥാനത്തോട് ഇല്ലതാനും. അനുഭവമാണ് കഥ എന്നാണ് എല്ലാ എഴുത്തുകാരും പറഞ്ഞിട്ടുള്ളത്. അതായത് സ്വന്തം അനുഭവം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണുന്ന ചുറ്റുപാടുകളിലെ മറ്റുള്ളവരുടെ അനുഭവം നമ്മൾ തന്നെ അനുഭവിക്കണമെന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാട് കൊണ്ട് കാണുന്നവരുടെ ജീവിത രീതികളും ശൈലികളും ഒക്കെയാണ് കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ വിഷയമായി വരുന്നത്. അപ്പം അങ്ങനെ ആളുകൾ പൊതുവെ പറയുമ്പോൾ പോലും വായന എന്ന് പറയുന്ന ഒരു അനുഭവത്തെ മാറ്റി നിർത്തിയിട്ടാണ് അവരത് പറയുന്നത്. അല്ലാതെ നേർക്കുള്ള ജീവിത സന്ദർഭങ്ങൾ മാത്രമല്ല അനുഭവം എന്ന് പറയുന്നത്. കാര്യം എനിക്കൊരിക്കലും ലാറ്റിൻ അമേരിക്കയിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഈ പിന്നെ അതുപോലെയുള്ള ആഫ്രിക്കയിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ല, അതുപോലെ മാർക്കേസ് ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരു നിർഭാഗ്യവശാലോ ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൻ്റെ രീതിയിൽ തന്നെ വരുള്ളൂ. അതേസമയം മാർക്കേസിൻ്റെ ഒരു കാലത്തുള്ള വിചിത്ര അനുഭവങ്ങൾ, ഈ കലാപം, മരണം, പ്രണയം, വഞ്ചന, പ്രതികാരം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ കോൺസെപ്റ്റിനേക്കാളും വളരെ വിചിത്രമാണ്. മാധവിക്കുട്ടി നെയ്പ്പായസം എന്ന കഥയിൽ മരണത്തെപ്പറ്റി വളരെ ലളിതമായി പറഞ്ഞതാണ് ഏറ്റവും വലിയ കൊലപാതകങ്ങളുടെ വലിയൊരു മാന്ത്രികത സൃഷ്ടിച്ചുകൊണ്ട് മാർക്കേസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ അനുഭവങ്ങൾ എനിക്കില്ല. എനിക്ക് വായനയിൽ കൂടെ മാത്രമാണ് ആ അനുഭവങ്ങൾ വരുന്നത്. ഒരു കൃതി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാതെ തന്നെ അത് നമ്മുടെ അനുഭവമായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാഫ്കയും ഉംബർട്ടോ എക്കോയും ഒരു ചോസറും അതല്ലെങ്കിൽ സാമുവൽ ബെക്കറ്റും അല്ലെങ്കിൽ അവരുടെ കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ ഒരു അനുഭവ സഞ്ചയത്തിനടുത്തുള്ള കഥാപാത്രങ്ങളായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായും ഈ കഥാപാത്രങ്ങൾ നമ്മുടെ ഈ ഞാൻ എഴുതുന്ന കഥാപാത്രങ്ങൾക്ക് ഉള്ളിൽ ചേർന്ന് ഒരു വലിയൊരു സൗഹൃദം സ്ഥാപിച്ചേക്കാം ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു അവസരം കിട്ടിയാൽ ഞാൻ വിടാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളുകളാണ് എൻ്റെ കഥാപാത്രങ്ങൾ എന്ന് വരുന്നത്. അത് പക്ഷേ മലയാളത്തിൽ അത് വളരെ കുറച്ചേ അങ്ങനെ വന്നിട്ടുള്ളൂ എന്നുള്ളത്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ മാർക്കേസ് മരിച്ചതിന് ശേഷം ഒരു വലിയൊരു അന്തോളജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് മാർക്കേസിനെ പറ്റി എന്ന കൃതികളെ പറ്റി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തെ മലയാള സാഹിത്യത്തിൽ എവിടെയൊക്കെയാണ് മാർക്കേസിനെ കഥാപാത്രമോ അനുസ്മരിക്കപ്പെട്ടോ വന്നിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു പരാമർശമെങ്കിലും എൻ്റെ കഥാപാത്രങ്ങളിൽ സംസാരിക്കുമ്പോൾ ഈ മാർക്കേസിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ളൊരു പരാമർശങ്ങളുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ പുള്ളിക്ക് ആകപ്പാടെ 3 അങ്ങോട്ടേ കിട്ടിയുള്ളൂ. ഒന്ന് ആദ്യം സി ബാലകൃഷ്ണൻ എഴുതിയത്, പിന്നെ NS മാധവൻ എഴുതിയത്, പിന്നെ ഞാൻ എഴുതി ഉംബർട്ടോ എക്കോ എന്ന കഥയിൽ. ഇനി പുള്ളി കൂടുതൽ വായിച്ചു നോക്കിയാൽ ഒരു പക്ഷേ പുതിയ കാലത്തിൽ മാർക്കേസ് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇതാണ് എൻ്റെ ഒരു വിശദീകരണം. ഇതാണ് ഇവരെല്ലാവരും വായന എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ എൻ്റെ അനുഭവത്തിലൂടെ വന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ അവരും കൂടെ നമ്മുടെ നാടൻ കഥാപാത്രങ്ങളോടൊപ്പം കടന്നു വരുന്നത് ഒരു രസമാണ് ആ സൃഷ്ടിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഒരു നല്ല കഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കീർണത നിറഞ്ഞതും അങ്ങേയറ്റം സന്ദിഗ്ധത നിറഞ്ഞതും വായനക്കാരനെ ഒരു ജമ്പിൽ നിന്നും മറ്റൊരു ജമ്പിലേക്ക് ഇങ്ങനെ ഒരു വലിയതായിട്ട് കുതിപ്പിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. അത്തരം കഥകൾ മാത്രമേ നമ്മൾ
ഏറ്റവും കൂടുതൽ വായിച്ച് ആസ്വദിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം തീർച്ചയായും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരൻ ഈ സന്ദിഗ്ധകളെ പറ്റിയും അല്ലെങ്കിൽ ഇതുപോലെ ട്വിസ്റ്റുകളെ പറ്റിയും ജീവിതത്തിൻ്റെ ട്വിസ്റ്റുകളെ പറ്റിയും അല്ലെങ്കിൽ ആലോചനകളുടെ ഒരു മാറ്റങ്ങളെ പറ്റിയും ഒക്കെ അന്വേഷിച്ച് പോകുന്നത് വളരെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ആധുനികത കാലത്ത് ഈ സന്ദിഗ്ധതകൾ അവതരിപ്പിക്കുന്നത് വളരെ സങ്കീർണമായ ഭാഷയിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അതിസങ്കീർണമായ ജീവിതാവസ്ഥകളെ അതിസങ്കീർണമായ ഭാഷയിൽ തന്നെ അവതരിപ്പിച്ചിട്ട് വായനക്കാരിൽ നിന്ന് കഥയെ എടുത്ത് മറിക്കുകയായിരുന്നു അന്നത്തെ എഴുത്തുകാർ ഭൂരിപക്ഷം പേരും ചെയ്തത്. ആ രീതിയിൽ തന്നെ കുറച്ച് തുടർന്ന് പോയിരുന്നുണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും വഴിവെക്കിൽ നിൽക്കുന്ന ഇയാളൊരു കഥാകൃത്താണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഓടിച്ചിട്ട് തല്ലുന്ന ഒരവസ്ഥ തീർച്ചയായും വന്നേനെ. അതിൽ നിന്ന് മാറുന്നത് എന്ന് പറയുന്നത്, അതായത് അക്കാലത്ത് ഏറ്റവും ദുരൂഹമായി എഴുതിയ ആളുകൾ പോലും 90കൾക്ക് ശേഷം വന്നപ്പോഴത്തേക്ക് ഏറ്റവും സങ്കീർണമായ ജീവിതാവസ്ഥകളെ ഏറ്റവും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വായനക്കാരനും എഴുത്തുകാരനും തമ്മിലൊരു നേർക്ക് നേർ ബന്ധം ഉണ്ടായി എന്നുള്ളതാണ്. അതിന് മുമ്പത്തെ കാലത്ത് എഴുത്തുകാരനൊന്ന് എഴുതുന്നു, വായനക്കാരൻ അത് വായിക്കുന്നു, വായനക്കാരൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അപ്പോഴാണ് നിരൂപകൻ വരും. നിരൂപകൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് മറ്റേ ചങ്ങാതി ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ആ നിരൂപകൻ്റെ ആ ഒരു റോൾ സമ്പൂർണ്ണമായും പുതിയ കാലത്തെ മലയാള കഥ എഴുത്തിൽ നിന്നും കവിത എഴുത്തിൽ നിന്നും ഒഴിവായി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് എൻ്റെ കഥയിലുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ അധികം ചിലപ്പം വെച്ച് കഴിഞ്ഞാൽ വളരെ വിചിത്രമായ രീതിയിലുള്ള സങ്കീർണതകൾ അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ സന്ദിഗ്ധതകളിൽ ചെന്ന് പെടുന്നവരോ ആയിരുന്നിരിക്കാം. പക്ഷേ ആ സന്ദിഗ്ധതകളെയും മറ്റും കാര്യങ്ങളെയും ഏറ്റവും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അതാണ് കൂടുതൽ ഷാർപ്പാകുന്നതെന്നുള്ളതാണ് എനിക്ക് മറ്റുള്ള കൃതികൾ വായിക്കുമ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രണയം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏത് വികാരം പോലെ, പ്രതികാരം, ഭ്രാന്ത്, കാമന എന്നൊക്കെ പറയുന്ന ഏത് വികാരം പോലെയും തന്നെയും ഉള്ള ഒരു സംഭവമാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. അതിനെ ഈ എഴുത്തുകാരും മറ്റുള്ള ആളുകളും ഈ കാൽപ്പനികവാദികളും എല്ലാം കൂടി അങ്ങ് മഹത്വവൽക്കരിച്ച് വെച്ചിരിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പോലും ഈ ആത്യന്തികമായ ഒരു കാൽപ്പനിക പ്രണയം കൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ബോറടിക്കുന്ന ഒരു ജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു മനുഷ്യനെ ഒരിക്കലും ഈ ഒരു പ്രണയം, രണ്ടുപേരും തമ്മിലുള്ള പ്രണയം ഇങ്ങനെ ആത്യന്തികമായ അനന്തമായി കൊണ്ടുപോകാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാൽപ്പനിക സൗന്ദര്യം എനിക്ക് തോന്നുന്നില്ല. രണ്ട് മനുഷ്യജീവികൾ തമ്മിൽ അനാദികാലം ഇങ്ങനെ വളരെയധികം സ്നേഹിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞുകൂടാമെന്ന് എനിക്ക് തോന്നുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കാൽപ്പനിക പ്രണയം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നമ്മളുടെ ഒരു പ്രണയത്തിൽ, നമ്മൾ കണ്ടിട്ടുള്ള പ്രണയത്തിലും ഒക്കെ വരുന്നത് ഈ നേരത്തെ പറഞ്ഞ സന്ദിഗ്ധകളും കാര്യങ്ങളും എല്ലാം ഒരുപാട് കടന്നു വരും. അതുകൊണ്ടാണ് പ്രണയത്തെയും ഒരു ഉപഹാസത്തിൻ്റെ ഒരു മാർഗത്തിലൂടെ പലപ്പോഴും ഞാൻ നോക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. കാരണം ഇതുതന്നെയാണ്, പ്രണയം എന്ന് പറയുന്നത് സാധ്യമല്ല. അത് രണ്ട് കഥാപാത്രങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കിയാൽ കുറച്ച് കാലം കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. അത് രണ്ടുപേരുടെയും ഭാഗത്ത് ഭയങ്കര ശ്രമം വേണം പ്രണയത്തിന്. എന്നിരുന്നാൽ പോലും അവരവസാനം സലാം വെച്ച് പിരിയുകയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രണയം ഇല്ലായ്മയെ പ്രണയമാണെന്ന് നടിച്ച് ഇങ്ങനെ ഒന്നിച്ച് തോൾ കൈയിട്ട് നടക്കുകയോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കഥയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇത്തരം നടപ്പുകളെല്ലാം അതിൽ വരും. അങ്ങനെയാണ് പ്രണയത്തെ ഞാൻ വേറൊരു വരമ്പിലേക്ക് വയ്ക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എൻ്റെ അനുഭവങ്ങളും പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെയും ഞാൻ കാണുന്ന അനുഭവങ്ങളുമാണ്. അതാണ് പ്രണയത്തിൻ്റെ എൻ്റെ ഒരു നറേഷൻ്റെ ഒരു രീതി വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. ഈ കഥയ്ക്ക് കഥാപാത്രങ്ങൾ വേണം, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തന്നെയാണ് പിന്നെ ഈ കഥയെ സമ്പൂർണ്ണമായി നയിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ചില ധാരണകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഭാവം മതിയല്ലോ നമുക്ക്. പൂമടിക്കെട്ട് കഴിഞ്ഞതും പുഷ്പജാലം കൊഴിഞ്ഞതും എന്ന കഥയിൽ പ്രണയം എന്ന് പറയുന്നൊരു ഭാവവും പ്രകൃതി എന്ന് പറയുന്നൊരു ഭാവവും അതിൻ്റെ കാൽപ്പനികത എന്ന് പറയുന്ന വികാരവും എല്ലാം കൂടി, അത് മാത്രമേ ഉള്ളൂ കഥാപാത്രങ്ങൾ. അതിനകത്ത് രണ്ടൊന്ന് പൂമ്പാറ്റകളുണ്ട്, പിന്നെ ഒരു നറേറ്ററുണ്ട്. ഈ പൂമ്പാറ്റകൾ രണ്ട് പെൺകുട്ടികളാണെന്ന് പറഞ്ഞവരുണ്ട്. അതേസമയം അതല്ലാതെ പ്രകൃതിയുടെ തന്നെ ഒരു വലിയ സൗന്ദര്യമാണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഈ വിഹുലതകളും അല്ലെങ്കിൽ അത് സന്ദിഗ്ധതകളും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ വികാരങ്ങളും അവതരിപ്പിക്കാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെ വേണം എന്ന് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ചിലൊരു പരീക്ഷണമായിരുന്നു അത്. അപ്പോൾ അത് മിക്കവാറും പരിസ്ഥിതി വരുന്നത് നമ്മൾ ഈ പരിസ്ഥിതിയെ പറ്റി എഴുതുമ്പോൾ കാട് വെട്ടിത്തെളിക്കുന്നതിനെയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരാളുടെ കോടാലി പിടിച്ച് വാങ്ങി എറിയുന്നതിനെ പറ്റിയോ മുദ്രാവാക്യം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡി വിനയേന്ദ്രൻ്റെ ഒക്കെ കവിതയിൽ വരുന്ന പോലെ കാട് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആണ്. അപ്പോൾ കാട് എന്നുള്ള ഫീലിങ്ങിനെ പറ്റി എഴുതുന്നതും ആയിരിക്കും ഏറ്റവും സുന്ദരമായ പരിസ്ഥിതി ആർട്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ പൂമുടിക്കെട്ട് കഴിഞ്ഞതിലൊക്കെ അത്തരം ചില ഒരു പരീക്ഷണങ്ങൾ പോലെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാലും അതൊരു വ്യത്യസ്തതയായിരുന്നു എന്ന് പറഞ്ഞാൽ കുറേയധികം ആളുകൾ ഉണ്ട്. കാരണം ഏറ്റവും അതിസൂക്ഷ്മമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ കഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളൂ. കാര്യം മറ്റ് പത്രപ്രവർത്തകനല്ല, മാധ്യമപ്രവർത്തകനല്ലാത്ത ഒരു കഥാകൃത്തിന് ഈ ലോകത്തുള്ള സകല അനുഭവങ്ങളും പുള്ളിക്ക് കഥയുടെ ഒരു ബീജമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു മാധ്യമപ്രവർത്തകനായ ഒരു എഴുത്തുകാരന് ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ വാർത്ത കൂടിയാണ്.
അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കണ്ടുപോകുന്ന സംഭവങ്ങളാണ്. അതിനകത്ത് അസാധാരണമായിട്ടൊന്നുമില്ല. ഇപ്പോൾ റോഡിൽ ഇങ്ങനെ ഒരു വണ്ടി ഇടിച്ച ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ഒരു മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അസാധാരണമായിട്ടൊന്നുമില്ല. സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു ദിവസം 100 സംഭവിക്കുന്നതിൽ ഒന്നാണത് എന്നേ ഉള്ളൂ. പക്ഷേ അപ്പോൾ കഥ എന്താണ്? മറ്റുള്ളവർക്ക് അതൊരു കഥയാകാം. ഒരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഒരു എഴുത്തുകാരന് ഒരു പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് പോകുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ ഇതിനും അപ്പുറത്തേക്ക് പോകുന്ന അമൂർത്തമായ ചില സംഭവങ്ങൾ കാണും, അല്ലെങ്കിൽ ഈ മനസ്സിൻ്റെ വിഭ്രമ സഞ്ചാരങ്ങൾ കാണും. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കഥയുടെ വലിയ തീമായിട്ട് വരുന്നത്. സ്ഥലം കൃത്യത പുലർത്തുകയും കാലം കൂട്ടിക്കുഴയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ എൻ്റെ കഥകളിൽ വരുന്നു എന്നുള്ളത് ഒരു ഇത്. പക്ഷേ നമ്മൾ പരിചയിക്കുന്ന സ്ഥലങ്ങൾക്ക് നമ്മളുമായിട്ട് വല്ലാത്തൊരു അടുപ്പം വരാൻ സാധ്യതയുണ്ട്. അതിന് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് കൃത്യതകൾ കാണും. പക്ഷേ നമ്മളുടെ ആലോചനകൾക്കും നമ്മളുടെ വികാരങ്ങൾക്കും അതല്ലെങ്കിൽ നമ്മൾ നറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഫീലിങ്സിനും ആ വികാരങ്ങൾക്കും ആ ഭാവത്തിനുമൊക്കെ അത് കുഴഞ്ഞു കിടക്കുന്ന വല്ലാത്ത അവസ്ഥകൾ, സങ്കീർണതകളുണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ സ്ഥലത്തെ വളരെ കൃത്യമായിട്ട് അങ്ങോട്ട് വരച്ചു വെച്ചാൽ, ഇപ്പോൾ ഉപ്പടാമ്പൂട് പാലത്തിനെ പറ്റിയിട്ട് പാലം ഒരു വല്ലാത്തൊരു ഹരിതവൈശികം എന്ന് പറയുന്നൊരു കഥയിൽ അത് ഒരു തരം ഒരു സ്ത്രീ ബന്ധത്തെ പറ്റിയിട്ടുള്ള ഒരു മറ്റൊരു ലെവലിലേക്ക് കടന്നു പോകുന്ന ഒരു നറേഷനാണ് അത് വരുന്നത്. പക്ഷേ അതിന് ഉപ്പടാമ്പൂട് പാലവും അതിനടുത്തുള്ള ഒരു ചെറിയ ഒരു ലൊക്കേഷനും, ഞാൻ ഒരു ദിവസം വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ആൽമരവും ഇതും കണ്ടു. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് മൊത്തത്തിലും നോക്കിയിട്ട് അതിനത്തുപോലെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പറയപ്പെടുന്ന സാധനങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് പക്ഷേ അങ്ങനെ എഴുതാനൊരു രസമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അപ്പം നരിയെ വെച്ച വെടി എന്ന് പറഞ്ഞിട്ട് അവസാനം വന്ന ഒരു കഥയിൽ തീർത്തും നമ്മുടെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട മുതൽ ബേക്കറി ജംഗ്ഷൻ വരെയുള്ള വഴിയാണ് കൃത്യമായിട്ടും ആ സംഭവം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കഥ മറ്റൊന്നാണ് താനും. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലങ്ങളെ ശ്രദ്ധിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കോട്ടയമായാലും തൃശ്ശൂരായാലും അതുപോലെയുള്ള നമ്മൾ പരിചയിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അതുപോലെ കടന്നു വരുന്നുണ്ട്. അതിന് നറേഷന് വലിയൊരു രസമുണ്ട്, ഒരു സുഖമുണ്ടെന്ന് തോന്നുന്നു. ഈ സ്ത്രീ എന്ന് പറയുന്നത് പലപ്പോഴും പിടികിട്ടാതെ നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എത്രമാത്രം സ്ത്രീയുടെ മുകളിൽ ഒരു പുരുഷ കഥാപാത്രം, എൻ്റെ കഥാപാത്രങ്ങൾ അതീശം സ്ഥാപിച്ച് കഴിഞ്ഞാൽ പോലും ഒരുതരം പിടികിട്ടായ്മ അല്ലെങ്കിൽ ഒരുതരം ഉപേക്ഷിക്കപ്പെടൽ ഈ പുരുഷ കഥാപാത്രത്തിന് സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആലോചനകൾ വരുന്നപ്പോഴത്തേക്കാണ്, ഇങ്ങനെ ആലോചിക്കുമ്പോഴത്താണ് ഈ രംഗനായികയുടെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ ചെയ്തത്. അതിനകത്ത് ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ, ഞാനൊരു 3-4 വർഷം കൊണ്ട് നടന്നൊരു കഥയാണ്. അതെങ്ങനെ എഴുതുമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ. അതിനകത്ത് എൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്ത്രീ, അതായത് സൗന്ദര്യം കൊണ്ട്, പിന്നെ ബുദ്ധി കൊണ്ട്, പിന്നെ ആകാര വലിപ്പം കൊണ്ട്, എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഒരു പുരുഷൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന, പുരുഷൻ്റെ മേൽ മുഴുവൻ ഒരു ഇൻ്റലക്ച്വൽ സുപ്രീമസി സ്ഥാപിക്കുന്ന ഒരു സ്ത്രീ, അതിനെങ്ങനെ നമ്മളൊരു കഥയിൽ കൊണ്ടുവരാം എന്നുള്ള ഒരുപാട് ആലോചിച്ചു. അപ്പം അങ്ങനെ കൊണ്ടുവരാം. ഈ സ്ത്രീയെ ഒരു വലിയ ജഡ്ജിയാക്കാമോ, അതല്ലെങ്കിൽ ഈ സ്ത്രീയെ പിന്നെ വേറെ ഏതെങ്കിലും വലിയൊരു പ്രധാനമന്ത്രിയാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ്. അതൊക്കെ വളരെ കോമൺ ആണ് എന്നുള്ളതുകൊണ്ട് ഞാനങ്ങ് വെച്ച് മാറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ അപരിചിതനായിട്ടുള്ളൊരു ശില്പി ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ എനിക്ക് അപരിചിതനായിരുന്നു. ഞാനുമായിട്ട് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി പറഞ്ഞു, ഞാൻ ആന്ധ്രയിലൊരു ശില്പ സമുച്ചയം കണ്ടിട്ട് വരികയാണ് വന്നതാണ്, അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്, പുരാതനമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് പുള്ളി നറേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ അവിടെ ഒരു പ്രതിമ കണ്ടു. അതായത് വളരെ അതിസുന്ദരിയും വലിയ വലിപ്പമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ കുളിച്ചിട്ട്, നഗ്നയായിട്ടൊന്ന് കുളിച്ചിട്ട്, ആ സ്ത്രീയുടെ തലയിൽ നിന്ന് വിട്ടി വരുന്ന വെള്ളം ഒരു കുള്ളനായ ആൾ ഇങ്ങനെ കൈകൊണ്ട് സ്വീകരിക്കുന്ന ഒരു ശില്പമായിരുന്നു. അപ്പം തന്നെ എനിക്ക് വളരെ കൃത്യമായ ഒരു എൻ്റെ ആ തീമും ഇതുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ വന്നു കഴിഞ്ഞത്. അപ്പോൾ തന്നെ എൻ്റെ ഈ കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മറ്റേ ആന്ധ്രയിലെ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് പോയി. ഈ സ്ത്രീയുടെ ഒരു സ്ലേവായിട്ട്, ഒരു അടിമയായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ സുപ്രീമസിയെ മുഴുവൻ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന, അതിൻ്റെ രൂപം കൊണ്ട് തന്നെ കുള്ളനായിപ്പോയ ഒരു മനുഷ്യനെയും കൂടെ ചേർത്തിട്ട് ചെയ്യാൻ പറ്റി. അപ്പോഴേ സ്ത്രീ അത് ഏറ്റവും സുപ്രീമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് അത് സംഭവം വെച്ചിരിക്കുന്നത്. ആ സ്ത്രീക്ക് വേണ്ടി അവസാനം മരിക്കാൻ പോലും പോകുന്ന ഒരാൾ എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഇത്തരം വിചിത്ര നിലപാടുകൾ അവതരിപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ വളരെ കോമൺ ആയിട്ട് അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിടികിട്ടാത്തത് അല്ലെങ്കിൽ മനസ്സിലാകായ്മ എന്ന രീതിയിലുള്ള ഒരു ഇതിലേക്ക് കടന്നു പോകുന്നത് എന്ന് പറയാം. അപ്പോൾ അത്രമാത്രമേ ആരാധനയുള്ളൂ എനിക്ക്. ആ ഒരു അവസ്ഥയിൽ നമുക്ക് പിടികിട്ടായ്മ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അത് അതുകൊണ്ടൊന്നും പെർഫെക്റ്റ് ആണെന്നോ ഒന്നും ഇതില്ല. അതുകൊണ്ട് ഇത്തരം ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ചില കഥകളിൽ.